ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 14-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത്. 14-ാമത്തെ ശ്ലോകം. ആപന്ന സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ആപന്ന സംസൃതിം ഘോരാം. ആപന്ന എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചവൻ, പ്രാപിച്ചവൻ. സംസൃതിം ഘോരാം. സംസൃതി എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തെ, ഘോരാം അതിഭയങ്കരമായിട്ടുള്ള ഈ സംസാരത്തെ പ്രാപിച്ചവൻ. യന്നാമ വിവശോ ഗൃണൻ. യന്നാമ, യത് നാമഃ ആണ്. യദ്നാമ യാതൊരാളിൻ്റെ അല്ലെങ്കിൽ യാതൊരു നാമത്തെ, വിവശ എന്ന് പറഞ്ഞാൽ പരവശനായിട്ട്, നമ്മൾ ഘോരമായ ഒരു സംസാര ചക്രത്തിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ അതുമൂലം പരവശനായിട്ട് യാതൊരു നാമത്തെ, ഗൃണൻ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നവനായിട്ട്, തതഃ സദ്യോ വിമുച്യേത. തതഃ അതിൽ നിന്നും, സദ്യഃ ആ ക്ഷണത്തിൽ തന്നെ, ഉടനെ തന്നെ, വിമുച്യേത മോചിപ്പിക്കപ്പെടുന്നു. യത് ബിഭേതി സ്വയം ഭയം. യത് യാതൊന്നാണോ, ബിഭേതി ഭയപ്പെടുത്തുന്നത്, തന്നെ തന്നെ ഭയപ്പെടുത്തുന്നത്. സ്വയം ഭയം. സ്വയം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ. ഭയം എന്ന് പറഞ്ഞാൽ ഭയം, ഭീതി, തന്നെ തന്നെ, തന്നിൽ തന്നെ ഭയമുണ്ടാക്കുന്നതും. അതേസമയം യാതൊരു നാമം ജപിച്ചാലാണോ ഇവിടെ പറഞ്ഞത്, ഭയത്തിന് തന്നെ ഭയമുളവാക്കുന്നതും. കാരണം ഭയത്തിന് ഈ നാമം ജപിക്കുന്നവരെ സ്പർശിക്കുവാൻ പോലും കഴിയില്ല. ഭയത്തിനെതിരായി കാവൽ നിൽക്കുന്നത് ഈ നാമമാണ് ഭക്തർക്ക്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഏതൊരു നാമം ജപിച്ചാലാണോ ഭക്തൻ ഭയത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നത്, എന്നാൽ ഭയമാകട്ടെ സ്വയമേവ ഭയപ്പെടുന്നത്. ആ നാമം, ആ നാമത്തെ പ്രാപിക്കുന്നവനായി ഈ സംസാര സാഗരത്തെ, എങ്ങനെയുള്ള വളരെ ഘോരമായിട്ടുള്ള സംസാര സാഗരത്തെ പ്രാപിച്ചവൻ ആയിത്തീരണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഭയത്തിൽ നിന്നും മുക്തി നേടുവാൻ കഴിയുകയുള്ളൂ. കാരണം ഭഗവാനെ സ്പർശിക്കുവാൻ ഭയത്തിനു പോലും കഴിയില്ല. ഭഗവാനാകട്ടെ സദാ ഭക്തൻ്റെ തുണയ്ക്കായി ഭക്തരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ നാമം ഒന്ന് ജപിച്ചാൽ മാത്രം മതി ഈ സംസാര ദുഃഖത്തിൽ നിന്ന് തന്നെ മുക്തി നേടാനും ഭയത്തിൽ നിന്നും രക്ഷ നേടുവാനും കഴിയും. ഈ നാമത്തിൻ്റെ ശക്തി കൊണ്ട് ഭയം സ്വയമേവ ഭയപ്പെടുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആപന്ന സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യത് ബിഭേതി സ്വയം ഭയം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ആപന്ന സംസൃതിം, അവിടെ ആപന്ന സംസൃതി, നാ കൂട്ടക്ഷരം സാ കൂട്ടക്ഷരമാണ്. തതഃ സദ്യോ, അത് ചേർത്താണ് ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ സാ കൂട്ടക്ഷരമാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ തതഹ എന്നവിടെ ഒരു വിസർഗം കൊടുത്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ വായിക്കാം. ഇത് ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ദാമോദര ലീല പറയുമ്പോൾ അവിടെ ഒരു ശ്ലോകം പറയുന്നത്, കുന്തിദേവി വന്നിട്ട് ഈ ദാമോദര ലീല നടക്കുന്ന സമയത്ത് ഭഗവാനെ ഉരലിൽ പിടിച്ച് ബന്ധിക്കുവാൻ യശോദാമ്മ ശ്രമിക്കുമ്പോൾ കുന്തിദേവി പറയുന്നുണ്ട്, എനിക്ക് ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നേയില്ല ഭഗവാനെ. ആ കുന്തിദേവിയുടെ മുൻപിൽ ബന്ധിതനാകാൻ ഭയന്ന് വിറച്ച കണ്ണുകളോടുകൂടി, ആ കണ്ണുകളിലാകെ ഭയം നിഴലിക്കുകയാണ്.
ആ യശോദാമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന എൻ്റെ ഭഗവാനെ കണ്ണ, അവിടുത്തെ ആ രൂപം എനിക്ക് മറക്കുവാനേ കഴിയുന്നില്ല. എന്നാൽ എൻ്റെ ഭഗവാനെ, അവിടുത്തെ ഭയന്നിട്ടല്ലേ ഭയം പോലും മാറി നിൽക്കുന്നത്. അപ്പോൾ എന്തൊരു ലീലയാണ് ഭഗവാൻ, എന്തൊരു നാട്യമാണ് അവിടുത്തെ എന്ന് പറഞ്ഞ് കുന്തിദേവി ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാം. അപ്പോൾ ഈ ഒരു ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് ആ ഒരു രംഗമാണ് ഓർമ്മ വന്നത്, കുന്തിദേവിയുടെ ആ വാക്കുകൾ. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. യത്പാദ സംശ്രയാ സൂത മുനയഃ പ്രശമായനാ സദ്യ പുനന്ത്യുപസ്പൃഷ്ടാ സ്വർത്ഥുന്യാവോനുസേവയാ. യത്പാദ സംശ്രയാ സൂത, സൂത അല്ലയോ സൂത, യത്പാദ സംശ്രയ, യാതൊരു പാദത്തെ ആശ്രയിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ യാതൊരുവന്റെ പാദം ആശ്രയമായിട്ടുള്ളവരും, മുനയ പ്രശമായന, പ്രശമായന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുമ്പോൾ പ്രകർഷേണ ശമത്തെ മാർഗമായി സ്വീകരിച്ചവരും എന്നാണ് അർത്ഥം പറയുക. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ വളരെ ശാന്തന്മാരായിട്ടുള്ള, അതായത് എല്ലാ ദമങ്ങളും ഉള്ളിൽ അടങ്ങിയ, ശമം വന്നിട്ടുള്ളതായിട്ടുള്ള ശാന്ത സ്വഭാവികളായിട്ടുള്ള മുനയഹ, മുനിമാരും, സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ, പുനന്ത്യപസ്പൃഷ്ടാസ്വർദ്ധുന്യാപോനുസേവയ, പുനന്തി ഉപസ്പൃഷ്ട സ്വർദ്ധുന്യാപ, സ്വർദ്ധുനി ആപാണ്, സ്വർദ്ധുന്യാപ അനുസേവയ. ഇങ്ങനെ 5 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. പുനന്തി എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്തുക, അതിനെ സംശുദ്ധമാക്കുക. ഉപസ്പൃഷ്ട, ഉപസ്പൃഷ്ട എന്ന് പറഞ്ഞാൽ അതിനെ ഉപസ്പർശിക്കപ്പെട്ടിട്ട്, അതായത് അതിൻ്റെ മാത്രം സമ്പർക്കത്തിൽ അങ്ങനെ സേവിതന്മാരായി കഴിയുക. സ്വർദ്ധുന്യാപ അനുസേവയ, സ്വർദ്ധുനി ആപഹ, ആപ എന്നാൽ ജലമാണ്. സ്വർദ്ധുന്യാപ എന്ന് പറഞ്ഞാൽ സ്വർദ്ധുനിയുടെ ജലങ്ങളെ, ഗംഗാനദിയിലെ ജലങ്ങളെ പോലും ശുദ്ധീകരിക്കുന്നത്. പുനന്തി സ്വർദ്ധുന്യാപ, ഗംഗാജലത്തെ പോലും ശുദ്ധീകരിക്കുന്നതായിട്ടുള്ളത്. അനുസേവയ, ക്രമത്തിലുള്ള ഒരു സേവ കൊണ്ട് പരിശുദ്ധിയെ നൽകുന്നത്. അതായത് ഇവിടെ പറഞ്ഞത് സജ്ജനങ്ങളോടുള്ള ഒരു ചേർച്ച എന്ന് പറയുന്നത് ഗംഗാസ്നാനത്തെക്കാളും ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായിട്ടുള്ള ആ മുനിമാരോട് കൂടി ചേരുന്നവരുടെ അന്തഃകരണവും അതേ നിമിഷം തന്നെ ശുദ്ധമായി ഭവിക്കുന്നു. ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ആ ഗംഗാജലം ആ ഗംഗാജലത്തെ അധികകാല സേവ കൊണ്ട് അത് പരിശുദ്ധിയെ നൽകുന്നു. ഗംഗയെ സേവിക്കുന്നത് പോലും പുണ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ശുദ്ധിയുണ്ടാകുന്നു. നാരായണീയത്തില് ഒരു ശ്ലോകം തന്നെയുണ്ട്. ഗംഗാ ഗീതാച ഗായത്രി അഭിജ തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാവാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണ ഏതാന്യഷ്ടാപ്യ യത്നാന്യൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃത്യ ക്ഷിപ്രം മുക്തിപ്രദാനിത്യഭിദതു ഋഷയസ്തേഷു മാം സജ്ജയേഥ. അതായത് ഈ 11 കാര്യങ്ങളെ, ഗംഗ തുടങ്ങിയുള്ള 11 കാര്യങ്ങളെ, ഭഗവത്ഗീത, ഗംഗ ഗീത ച ഗായത്രി, ഗായത്രി ജപിക്കും, ഇങ്ങനെ തുടങ്ങിയ 11 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള 11 കാര്യങ്ങളിലൂടെ,
8 കാര്യങ്ങൾ. ഈ 8 9 കാര്യങ്ങൾ കൊണ്ട് കലികാലത്തിൽ സേവ ചെയ്താൽ, ഇതിനെ സേവിച്ചാൽ തന്നെ, ഗായത്രി ജപിച്ചാൽ തന്നെ, ഗംഗാനദിയെ പൂജ ചെയ്താൽ തന്നെ ഭഗവാന് അവിടുത്തെ പ്രീതി ഉണ്ടാകും. അതെങ്ങനെ? ആ യത്നാനയി എന്നാണ് പറഞ്ഞത്. അതായത് വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ പണ്ടൊക്കെ മഹർഷിമാര് എത്രയോ വർഷങ്ങള്, എത്രയോ സംവത്സരങ്ങള് ഘോരമായ തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തിയതെങ്കിൽ ഈ കലികാലത്തില് ഭഗവാനെ അവിടുത്തെ നാമം കൊണ്ട്, ഗംഗാ നദിയുടെ സേവ കൊണ്ട്, ഗായത്രി ജപം കൊണ്ട് ഒക്കെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടുത്തെ പ്രീതിപ്പെടുത്തുവാനാകുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകരണ ശുദ്ധിക്ക് ഇതുപോലെയുള്ള സദ്ഭാവത്തിലുള്ളതിനോടൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കണം. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന മഹർഷിമാരുടെ, മാമുനിമാരുടെ വാക്കുകൾ, അതിനെ ഒന്ന് ശ്രവിക്കുവാൻ തയ്യാറായാൽ പോലും, അവിടെയും അതും ഈ ശ്രവണം എന്ന് പറയുന്നത് പോലും വലിയ അധ്വാനമില്ലാത്ത, എളുപ്പം നമുക്ക് ആ അനുഗ്രഹം കിട്ടുന്നതിനുള്ളൊരു മാർഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ അങ്ങനെയുള്ളവരുടെ, ശാന്തന്മാരായിട്ടുള്ള മുനിമാരോട് ചേർന്ന് നിന്നാൽ പോലും അന്ധകരണ ശുദ്ധി ഉണ്ടാകും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യത്പാദസംശ്രയാഃ സൂതമുനയഃ പ്രശമായനാഃ സദ്യഃ പുനന്ത്യുപസ്പൃഷ്ടാ സ്വർധുന്യാപോനുസേവയാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യത്പാദസംശ്രയാഃ പ്രശമായനാഃ സദ്യ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ പുനന്ത്യുപസ്പൃഷ്ട, പുനന്തി ഉപസ്പൃഷ്ട ആണ്, ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ സ്വർധുന്യാപ അനുസേവയ, അവിടെ സ്വർധുനി എന്ന് പറയുന്നിടത്ത് സാ കൂട്ടക്ഷരമാണ്, അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ സ്വർധുന്യാപോനുസേവയ, വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ഇവിടെയും പുനന്ത്യുപസ്പൃഷ്ട സ്വർധുന്യാപോനുസേവയ, അത് കഴിയുന്നതും അത്രയും ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്കടുത്തത് 16ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശഃ കലിമലാപഹം. കോവാ ഭഗവതസ്തസ്യ, കോവാ, കഹ വാ എന്ന് പറഞ്ഞാൽ ആര് തന്നെ, യാതൊരാള്, ഭഗവതസ്തസ്യ, ഭഗവതഃ തസ്യ, ഭഗവാനായ ആ ശ്രീകൃഷ്ണന്റെ പുണ്യശ്ലോകേഡു കർമ്മണ, വിശുദ്ധമായിട്ടുള്ള, പുണ്യമായിട്ടുള്ള ആ ശ്ലോകങ്ങളാൽ, ശ്ലോകേഡ്യ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യപ്പെടുവാനായിട്ട് യോഗ്യങ്ങളായിട്ടുള്ള കർമ്മണ, കർമ്മങ്ങളോട് കൂടിയ, അപ്പോൾ പുണ്യ ശ്ലോകങ്ങളാൽ, പരിശുദ്ധമായിട്ടുള്ള, വിശുദ്ധമായിട്ടുള്ള കീർത്തനങ്ങളാൽ, മഹാത്മാക്കളാൽ സ്തോത്രം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായ കർമ്മങ്ങളോട് കൂടിയ ആ ഭഗവാനായ ആ ശ്രീകൃഷ്ണന്റെ ശുദ്ധികാമോ ന ശൃണുയാദ്യശഃ കലിമലാപഹം. ശുദ്ധികാമഃ, ശുദ്ധിയെ ആഗ്രഹിക്കുന്ന, നമ്മൾ ആദ്യം പറഞ്ഞു കഹവഹ, ശുദ്ധിയെ ആഗ്രഹിക്കുന്ന യാതൊരാള്, ന ശൃണുയാദ യശഃ, ന ശൃണുയാദ് എന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല, യശഃ എന്ന് പറഞ്ഞാൽ യശസ്സിനെ, കലിമലാപഹം, കലിമലത്തെ നശിപ്പിക്കുന്നതായ, കലികാലത്തിലുള്ള എല്ലാ ദൂഷ്യങ്ങളെയും നശിപ്പിക്കുന്ന, മലം എന്നാൽ പാപം, അരുതാത്ത കർമ്മങ്ങൾ, ദോഷങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള
യശസ്സിനെ ഈ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള യാതൊരാള് കേൾക്കുവാൻ ആഗ്രഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ട് മഹാത്മാക്കളാൽ സ്തുതിക്കപ്പെടുവാൻ യോഗ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളോടുകൂടിയ എന്ന് പറയുമ്പോൾ അവരും തീർച്ചയായും പുണ്യാത്മാക്കൾ തന്നെയാണ്. ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഭഗവാനെ സേവ ചെയ്യുന്ന സജ്ജനങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ളവരാകട്ടെ ഈ ഭഗവാന്റെ കലിദോഷങ്ങളെയൊക്കെ നീക്കുന്ന വളരെ ശാന്തികരമായ യശസ്സിനെയൊക്കെ ആഗ്രഹിക്കുന്ന, മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന യാതൊരാളാണ് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കേണ്ടതും എല്ലാവരുടെയും കാതുകൾ കുതിക്കുന്നതും ഈ കലിദോഷ നിവാരണത്തിനായിക്കൊണ്ട് ഭഗവാന്റെ ആ കഥകളാണ്, ഭഗവാന്റെ നാമമാണ്, ഭഗവാന്റെ ലീലകളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അന്ധകരണ ശുദ്ധിയാണെങ്കിൽ വേറെ ഒന്നും തേടി പോകണ്ട എന്നർത്ഥം. ആ ഭഗവാന്റെ നാമങ്ങളെ, സ്തോത്രങ്ങളെ നേരിട്ട് ആശ്രയിക്കാം, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിലൂടെ ക്രമത്തിൽ ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളുടെ സംഘത്തിൽ വന്നാലും മതിയാവും. അവരോട് ചേർന്ന് നിന്നാൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ശാന്തി, മനഃശുദ്ധി താനെ വന്നു ചേരും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കോവാ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യ കർമ്മണ ശുദ്ധി കാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കർമ്മണ ശൃണുയാദ്യശ, അവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അതിൽ. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.